രാവിലെ തന്നെ ലൈവിനകത്ത് വൻ കോമഡിയാണ് കേട്ടോ. നെവിനും അനീഷും കൂടി കിച്ചണിൽ കുക്ക് ചെയ്തോണ്ട് നിൽക്കുകയായിരുന്നു. അപ്പൊ അനുമോള് നെവിന്റെ അടുത്ത് ചോദിക്കുന്നു, നെവിൻ എന്തെങ്കിലും ഹെൽപ്പ് വേണോ? ഓ വേണ്ടടി എന്ന് പറഞ്ഞെങ്കിലും അനുമോൾ അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. അവിടെ നെവിനും പിന്നെ അക്ബറും കൂടി പാട്ടോട് പാട്ടാണ്. അക്ബർ മാറിയിരുന്ന് ഓരോ ലവ് സോങ് പാടും, നെവിൻ അതിനെ കൂട്ടുപിടിച്ച് ഓരോ ലവ് സോങ് ആ പ്രാസം ഒപ്പിച്ച് പാടും. അപ്പൊ ഇത് കുറെ നേരം അനീഷ് ഇങ്ങനെ കേട്ട് നിന്ന് കേട്ടോ, ഇങ്ങനെ ചിരിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു. അനുമോൾ ഇങ്ങനെ സ്ട്രീറ്റ് ഫേസോടുകൂടി നിൽക്കുകയാണ്. അപ്പോൾ അനീഷ് ഒരു പോയിന്റ് എത്തിയപ്പോഴത്തേക്കും പറഞ്ഞു, നെവിൻ നിർത്ത്, ഒരാളോടൊരു ഇഷ്ടമുണ്ടായിരുന്നു, അത് ഓപ്പൺ ആയിട്ട് പറഞ്ഞു, ആ ഇഷ്ടത്തെ നിഷേധിച്ചു, അത് സ്വീകരിക്കാൻ തയ്യാറായില്ല, അതവിടെ തീർന്നു, പാട്ട് പാടരുതെന്നുള്ള രീതിയിൽ അനീഷ് പറയുന്നുണ്ട്. അപ്പൊ ഉടനെ നെവിൻ, അങ്ങനെയൊന്നും പറ്റത്തില്ല, അനീഷ് ഏട്ടൻ എന്ന് പറഞ്ഞാൽ എനിക്ക് എന്റെ സ്വന്തം ചേട്ടനെ പോലെയാണ്, അനീഷ് ഏട്ടന്റെ മനസ്സ് വേദനിപ്പിച്ചിട്ടുള്ള ഒരുത്തികളെ ഇവിടെ അങ്ങനെ ജീവിക്കണ്ട എന്ന് പറഞ്ഞിട്ട് നെവിൻ ചാടി അനീഷ് ഏട്ടൻ ആർമി കീ ജയ് എന്ന് പറഞ്ഞിട്ട് 2-3 തവണ ഇങ്ങനെ ചാടുന്നുണ്ട്. അനീഷ് അത് കണ്ടിട്ട് ചിരി അടക്കി പിടിച്ച് നിൽക്കുകയാണെന്ന് തോന്നുന്നു. അനുമോൾ ആണെങ്കിൽ അതെ ചിരി അടക്കി പിടിച്ച് നിൽക്കുകയാണെന്നാണ് തോന്നുന്നത്. ഫൺ രീതിയിലാണ് കേട്ടോ. അക്ബർ ഇത് കഴിഞ്ഞിട്ടും പാട്ട് പാടി അങ്ങോട്ടേക്ക് പോകുന്നുണ്ട് അനീഷിന്റെ അടുത്തേക്ക്. മറ്റേ മുംതാസിന്റെ താജ്മഹൽ എന്നൊക്കെ പറഞ്ഞിട്ട് പാട്ടൊക്കെ പാടി അക്ബർ പോകുന്നുണ്ട്. ഇവർ ആറാടുകയാണ് കേട്ടോ, അക്ബർ ആണെങ്കിലും നെവിൻ ആണെങ്കിലും ഒക്കെ. രാവിലെ ലൈവിനകത്ത് ഇതാണ് കാഴ്ച. അനുമോള് ഒന്നും മിണ്ടുന്നില്ല, അനീഷിന്റെ അടുത്ത് ഒന്നും മിണ്ടുന്നില്ല കേട്ടോ. അനീഷും തിരിച്ചൊന്നും മിണ്ടുന്നില്ല. അനീഷ് ആകെ ഒരൊറ്റ കാര്യമാണ് പറയുന്നത്, നെവിൻ നിർത്ത്, ഒരിഷ്ടം പറഞ്ഞു, അത് സ്വീകരിക്കാൻ തയ്യാറായില്ല, അതവിടെ തീർന്നു, ആ ചാപ്റ്റർ അവിടെ തീർന്നു എന്നാണ് അനീഷ് പറയുന്നത്. അപ്പൊ ഇത് ഗെയിമാണെന്ന് ഇപ്പോഴും പറയുന്നവര് ഇതൊക്കെ ഒന്ന് കേൾക്കാനായിട്ട് ശ്രമിക്കുകയാണ്, ഇതൊക്കെ കാണാനായിട്ട് ശ്രമിക്കുക. അനീഷിന് ഇത് ഗെയിമും അല്ല ഒന്നുമല്ല, ഗെയിം ആണെങ്കിൽ ഇപ്പോഴും തുടർന്നുകൊണ്ടേ ഇരുന്നേനെ. അനീഷ് അത് അവിടെ വെച്ച് നിർത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അദ്ദേഹത്തിന്റെ ആത്മാർത്ഥമായിട്ടുള്ള ഒരു ഫീലിംഗ് തന്നെ ആയിരുന്നു എന്നുള്ളത് കൊണ്ടാണ്. അതൊക്കെ മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക. കൂടുതൽ അപ്ഡേറ്റുകളുമായിട്ട് വീണ്ടും കാണാം.